ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിപ്പും മുരിങ്ങക്കായും തക്കാളിയും അരച്ച് വയ്ക്കുന്ന കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് നന്നാക്കാം. ഇവിടെ കറണ്ട് കാലത്ത് പോയതാണ്. അപ്പോൾ കറണ്ട് ഇല്ലാത്ത കാരണം നമ്മൾ അമ്മീമ്മ നാളികേരം അരയ്ക്കാന്ന് വെച്ചു. അതെ, അമ്മ അരയ്ക്കാണ്. അത് അരച്ച് കഴിഞ്ഞു നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നാളികേരൊക്കെ അരച്ച് വന്നിട്ടുണ്ട്. എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് കറി വയ്ക്കാൻ പോവാം. അതിൽ കുക്കർ വെച്ചിട്ടുണ്ട്. അധികം പരിപ്പിടാം. പച്ചമുളകും വേപ്പില ഇടണം. തക്കാളി നമുക്ക് അരച്ച് വേവിക്കാം. പരിപ്പ് തക്കാളിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റിയിട്ട് മുരിങ്ങക്കായ വേവിക്കാം. മുരിങ്ങക്കായ ഇടണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. മുളക് പൊടി, മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്. അരച്ച് വേവിക്കാം. അതേ, മുരിങ്ങക്കായ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പും തക്കാളിയൊക്കെ അതിലിടാണ്. പിന്നെ അരപ്പ് ചേർക്കണം. ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് തിളക്കട്ടെ. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ അത് ഉപ്പിട്ടു. തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ പപ്പടം വറക്കാം. എണ്ണ ചൂടായി വന്നിട്ട് പപ്പടം വറക്കാം. ഇനി പപ്പടം വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ കടുക് പൊട്ടിക്കാം. മുളക് ഇടാം. അത് ഒഴിക്കാം. ഇപ്പം നമ്മുടെ പരിപ്പ് മുരിങ്ങക്കായ തക്കാളി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ചോറിടുന്നു. ആദ്യത്തെ പരിപ്പും ചീര ഉപ്പേരി. പിന്നെ ഇന്നത്തെ കറി പരിപ്പ് മുരിങ്ങക്കായ തക്കാളി, ഇഞ്ചിമ്പുളി ഉണ്ട്, കടുക് നാരങ്ങ അച്ചാറുണ്ട്, പപ്പടം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.